ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ട്രഡീഷണലായിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, അച്ചപ്പം. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് നമുക്ക് വെക്കണം. 1 തേങ്ങ ചിരകിയതാണിത്. ഇതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം നമ്മുടെ പച്ചരി കുതിർത്തത് അരച്ചെടുക്കാൻ. ഇതൊരു മീഡിയം സൈസ് തേങ്ങയാണ്. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. ഒത്തിരി അരഞ്ഞു പോകണ്ട. നമുക്കൊരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പച്ചരി കുതിരാൻ വെച്ചിട്ട് അത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ആ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടി കുറച്ച് ഒഴിക്കുക. ഇനി തേങ്ങാപ്പാൽ തികഞ്ഞില്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി കൂട്ടി അരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് അരയണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുക. നല്ലതുപോലെ അരച്ചെടുക്കണം, തരിയൊന്നും ഇല്ലാതെ. ഇനി ബാക്കിയുള്ള കുതിർത്ത പച്ചരി കൂടി നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ബാക്കിയുള്ളതും കൂടി അങ്ങ് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് അരച്ചെടുത്ത ആ മാവിലേക്ക് 2 മുട്ട കൂടി ഉടച്ചൊഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കണം. നമ്മൾ ആദ്യം അരച്ച് വെച്ച മാവിലേക്ക് ഇത് കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് ദോശമാവിൻ്റെ അത്രയും തന്നെ കട്ടി വേണ്ട, അതിലും കുറച്ചുകൂടെ ലൂസായിരിക്കണം ഈ മാവ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ എള്ള് കഴുകി അരിച്ചെടുത്തതാണ് ഞാനത്, മണ്ണൊന്നും ഇല്ലാതെ. അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. അത് മധുരം അനുസരിച്ച് ഇനി 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എള്ളൊക്കെ അങ്ങ് പൊങ്ങിക്കിടക്കും കുറച്ച്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകുതി മാറ്റാം. കാരണം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേന് എണ്ണയ്ക്കകത്ത് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് വീണ്ടും ഇതിൽ മുക്കുമ്പം മാവ് ചെറുതായിട്ട് ചിലപ്പോൾ ഒന്ന് വെന്തു പോകാനും അതുപോലെ എണ്ണ അതിലേക്ക് കലരാനും ഒക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് പകുതി നമുക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ അച്ച് ഞാൻ നന്നായിട്ട് കഴുകി, അതായത് എണ്ണയ്ക്കകത്തെല്ലാം ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. എന്നാലും നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് എടുക്കണം. ഇനി നമ്മുടെ മാവിലേക്ക് മുക്കാം. ആ മാവിലേക്ക് മുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, മുഴുവൻ മുങ്ങിപ്പോയി ഒരു 1/4 ഭാഗം മുങ്ങിയാൽ മതി. ഇതുണ്ടോ, പെട്ടെന്ന് വിട്ട് കിട്ടും. ഈ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇതും കുഴപ്പമൊന്നുമില്ല, എണ്ണയിലിട്ട് മയപ്പെടുത്തി എടുത്തത് കൊണ്ട് പെട്ടെന്ന് ചെയ്യുന്ന വിട്ട് കിട്ടും. നമ്മുടെ ആദ്യത്തെ അച്ചപ്പം സെറ്റായിട്ടുണ്ട്. കോരിയെടുക്കും. നമ്മൾ ഈ രീതിയിൽ തന്നെ കോരണം. ആ ഹോള് താഴെ വരണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എണ്ണ കയറിയിരിക്കും, മുഴുവൻ എണ്ണയും പോവുകയില്ല. വീണ്ടും നമ്മുടെ അച്ച് തിളച്ച എണ്ണയിലിട്ടിട്ട് വേണം, നന്നായിട്ട് തിളച്ചിട്ടതിന് ശേഷം വേണം മാവിൽ മുക്കുക. അതുപോലെ എണ്ണയൊന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം.
മാവിലേക്ക് മുക്കാൻ. കണ്ടോ, മാവിൽ മുക്കുമ്പം തന്നെ നമുക്കറിയാം ചൂട് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. വലിയ പാത്രമാണെങ്കിൽ 2-3 വീതം ഉണ്ടാക്കാം. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേനാണെങ്കിൽ ഈ ചെറിയ പാത്രമായിരിക്കും നല്ലത് ഓരോന്നോരോന്ന് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സൗകര്യത്തിന് എടുക്കാം. ഇതുപോലെ വേണം എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാൻ, അല്ലെ എണ്ണ അതിൻ്റെ അകത്തെല്ലാം പിടിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അച്ചപ്പവും റെഡിയായി. അതുപോലെ ഇനി മാവ് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ആ എണ്ണയൊന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ മാവിലേക്കൊന്ന് മുക്കാൻ. അപ്പോൾ എണ്ണ ഒരുപാട് ആ മാവിൻ്റെ അകത്ത് കലരുകയില്ല. പെട്ടെന്ന് ഇത് മൂക്കും. ഇതുപോലെ നമുക്ക് അച്ചപ്പെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകണ്ട, അതിൻ്റെ ഒരു ലൈറ്റ് കളർ മതി. ഇതാണ്ടോ, നന്നായിട്ട് ഇളക്കണം ഇടയ്ക്കിടയ്ക്ക്. കഴിയുമ്പോൾ നമ്മൾ ബാക്കി മാവ് കൂടെ ഇങ്ങോട്ട് ഒഴിക്കാവുന്നതാണ്. നമ്മുടെ അച്ചപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. ആഹാ, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണിത്.